ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യാവന്ദനം പാർട്ട് 8. പഴംപാട്ടും പഴങ്കഥയും. ചൊട്ടയിലെ ശീലം ചുടല വരെ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് നമുക്ക് മലയാളത്തിലൊരു പഴഞ്ചൊല്ലുകളുണ്ട്. അത് എത്ര അർത്ഥവത്താണെന്നുള്ളത് എൻ്റെ തലമുറയിലുള്ള ആൾക്കാരുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കൂടുതലും ഇടക്കാലത്ത് നമ്മൾ പ്രത്യേകം എല്ലാവരും താമസമൊക്കെ മാറിയെങ്കിലും കുട്ടിക്കാലങ്ങളിൽ നമുക്ക് ജോയിൻറ്റ് ഫാമിലിയുടെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ധാരാളം സനാതന ധർമ്മത്തെ പറ്റിയുള്ള കഥകളും കവിതകളും പാട്ടുകളും എല്ലാവരും അച്ഛനമ്മമാർ തന്നെ പറഞ്ഞു തരേണ്ടതില്ല. അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മായിമാരും അമ്മാവന്മാരും എല്ലാവരും ചിറ്റപ്പന്മാരും എല്ലാവരും ചേർന്ന് എല്ലാ കുട്ടികളും ഒരുമിച്ച് സന്ധ്യാവന്ദനം ചെയ്യുക, അമ്പലങ്ങളിൽ പോവുക, ഇങ്ങനെ അതിമനോഹരമായൊരു ബാല്യകാലം ഉണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ചും ഞങ്ങൾ ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നുകൊണ്ട് അങ്ങനെ ആശ്രമങ്ങളിൽ പോകാനുള്ള ഭാഗ്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ അതൊക്കെ എത്ര മധുരമായ ഓർമ്മകൾ. ആശ്രമത്തിലെ സ്വാമിമാരുടെ അടുത്തുള്ള സന്ദർശനവും അവരുടെ സംഭാഷണങ്ങളും, അങ്ങനെ അവിടെ റിട്രീറ്റ് എന്ന് പറഞ്ഞ് താമസിച്ചത്. അപ്പോൾ എല്ലാ അവധിക്കും ഒറ്റപ്പാലത്ത് പാലപ്പുറത്തുള്ള ശ്രീരാമകൃഷ്ണ നിരഞ്ജനാശ്രമത്തിൽ ഞങ്ങൾ പോകുമായിരുന്നു. കുട്ടിക്കാലം തൊട്ട് വളരെ ചെറുത്ത ബാല്യകാലത്തിൽ എൻ്റെ വല്യമ്മയും വല്യച്ഛനും മകനും അവിടെയാണ് താമസിച്ചിരുന്നത്. ആശ്രമത്തിൽ 3-4 ദിവസം റിട്രീറ്റ് എന്നൊരു സംഗതിയുണ്ട്. അപ്പം നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഒരു സത്സംഗ ക്യാമ്പ് പോലെയാണ്. അപ്പോൾ രാവിലെ തൊട്ട് നഗരസങ്കീർത്തനം, അതായത് പാട്ടുപാടി ചുറ്റും നടക്കുക, പിന്നെ സംഭാഷണങ്ങൾ, അതിലളിതവും സുന്ദരമായ സ്വാദിഷ്ടമായ ഭക്ഷണം 3 നേരം, ഇതെല്ലാം മനസ്സിൽ കുട്ടിക്കാലത്തെ മനോഹരമായ പിന്നെ ഓർമ്മകളായിട്ടിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് പഠിച്ച ഒരുപാട് പാട്ടുകളാണ് ഇപ്പോഴും ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് 6 വയസ്സുള്ളപ്പം പഠിച്ചൊരു പാട്ടാണ് ഇന്ന് ഞാൻ പാടാൻ പോണത്. അവിടുത്തെ സന്യാസിനിമാരായ അജയ പ്രാണമാതാവും ധീര പ്രാണമാതാജയും അവർ പഠിപ്പിച്ചു തന്ന പാട്ടുകളാണ്. നാവേ ജപി ശക്തി മഹാനാമം, ജീവിതമാകവേ നിരന്തരം. നാവേ ജപി ശക്തി മഹാനാമം, ജീവിതമാകവേ നിരന്തരം. ഹൃത്താരതിൽ കാണു മഹാദേവി, ഹൃത്താരതിൽ കാണു മഹാദേവി, ശോഭിത ചിൽഖന കളേബരം, ശോഭിത ചിൽഖന കളേബരം. നാവേ ജപി ശക്തി മഹാനാമം, ജീവിതമാകവേ നിരന്തരം. കണ്ടിടുക ദേവി പദേ ഐക്യം, കണ്ടിടുക ദേവി പദേ ഐക്യം, നേടുക ജീവിത മഹാസുഖം, നേടുക ജീവിത മഹാസുഖം. നാവേ ജപി ശക്തി മഹാനാമം, ജീവിതമാകവേ നിരന്തരം. നമ്മുടെ ഭാവന, നമ്മുടെ ഉള്ളിലെ ഭാവന മധുരോധാരമാക്കുന്നതിനും നമുക്കൊരുപാട് ഹൃദയ വിശാലത ഉണ്ടാകുന്നതിനും നമ്മളുടെ സനാതനധർമ്മത്തിലെ കഥകളും കവിതകളും സ്തോത്രങ്ങളും, എത്ര ഗഹനമായ അർത്ഥമുള്ള സുന്ദരമായ സ്തോത്രങ്ങൾ എല്ലാം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഓരോ അമ്മയും അച്ഛനും രാത്രി കിടക്കാൻ നേരത്ത് കഥ പറഞ്ഞ് തന്നെ അവരെ ഉറക്കണം. അതവർക്ക് വളരെ വളരെ അവരുടെ ജീവിതത്തിൽ ജീജാബായി ശിവാജിയെ വളർത്തിയതും ഭുവനേശ്വരി ദേവി
നരേന്ദ്രൻ എന്ന വിവേകാനന്ദ സ്വാമിയെ വളർത്തിയതും മഹാത്മാഗാന്ധിയുടെ അമ്മ പുത്തലിബായി ഒക്കെ അങ്ങനെയാണ് ചെയ്തത്. അവരുടെ മക്കളൊക്കെ എത്ര എത്ര ശ്രേഷ്ഠരായിട്ട് വളർന്നു നോക്കൂ. സ്വഭാവശുദ്ധി കൊണ്ടും ഭരസ്നേഹം കൊണ്ടും മറ്റുള്ളവരോടുള്ള സഹതാപം, രാജ്യസ്നേഹം, എത്ര നല്ല നല്ല കീർത്തികത്തായ സ്വഭാവങ്ങളാണ് കുഞ്ഞുങ്ങൾ വളർത്തിയെടുത്തത്. അതിനെല്ലാം അടിത്തറ നമ്മുടെ സംസ്കാരം, നമ്മുടെ സനാതന സംസ്കാരത്തെപ്പറ്റി കുഞ്ഞിലേ തന്നെ അവർക്ക് അമ്മമാരും അച്ഛന്മാരും പറഞ്ഞു കൊടുത്ത അറിവും പരിശീലനങ്ങളും പിന്നെ അച്ചടക്കങ്ങളുമായിരുന്നു. അപ്പം നമ്മളും അതുപോലെ ശ്രദ്ധിക്കണം. ഇന്ന് സപ്തസ്വര കീർത്തനം പറയാം. സപ്തസ്വര കീർത്തനം നമ്മുടെ നമ്മുടെ രാജകൊട്ടാരത്തിലെ സേതു പാർവതിഭായി തമ്പുരാട്ടി എഴുതിയതാണ് ഈ ശ്ലോകം, ഈ കീർത്തനം. അത് ഒന്ന് പറയാം. സപ്തസ്വര കീർത്തനം. സരസിജനയനേ പരിമളഗാത്രീ സുരജനവന്ദേ ചാരുപ്രസന്നേ കരുണാപൂരതരംഗമതായൊരു മാതംഗീ ജയ ഭഗവതി ജയ ജയ. സരസിജനയനേ പരിമളഗാത്രീ സുരജനവന്ദേ ചാരുപ്രസന്നേ കരുണാപൂരതരംഗതമായൊരു മാതംഗീ ജയ ഭഗവതി ജയ ജയ. രീതികളെല്ലാം നീതിയിൽ നൽകും മംഗളരൂപേ ചേതസ്സിങ്കൽ ജാതകുതൂകം നടമാടിടിന മാതംഗീ ജയ ഭഗവതി ജയ ജയ. രീതികളെല്ലാം നീതിയിൽ നൽകും മംഗളരൂപേ ചേതസ്സിങ്കൽ ജാതകുതൂകം നടമാടിടിന മാതംഗീ ജയ ഭഗവതി ജയ ജയ. ഗളതല വിലസിന താലികൾ മാലകളളവേ കാൺമാനരുളുക ദേവി. വിലസിന മധുമൊഴി കേൾക്കാകേണം മാതംഗീ ജയ ഭഗവതി ജയ ജയ. ഗളതല വിലസിന താലികൾ മാലകളകമേ കാൺമാനരുളുക ദേവി. വിലസിന മധുമൊഴി കേൾക്കാകേണം മാതംഗീ ജയ ഭഗവതി ജയ ജയ. മദനച്ചൂടു പൊറുക്കരുതാഞ്ഞിട്ടാദരവോടെ വന്നൊരു ദൈത്യനെ വേദനയോടെ യമപുരി ചേർത്തൊരു മാതംഗീ ജയ ഭഗവതി ജയ ജയ. മദനച്ചൂടു പൊറുക്കരുതാഞ്ഞിട്ടാദരവോടെ വന്നൊരു ദൈത്യനെ വേദനയോടെ യമപുരി ചേർത്തൊരു മാതംഗീ ജയ ഭഗവതി ജയ ജയ. പരിചിൽ പാടും നാദം കൊണ്ടും ത്രിഭുവനമഖിലം മോഹിപ്പിക്കും ഗിരികരവന്നേ സുലളിതവദനേ മാതംഗീ ജയ ഭഗവതി ജയ ജയ. പരിചിൽ പാടും നാദം കൊണ്ടും ത്രിഭുവനമഖിലം മോഹിപ്പിക്കും ഗിരിവരകന്യേ സുലളിതവദനേ മാതംഗീ ജയ ഭഗവതി ജയ ജയ. ധാത്രിയിലമ്പടു നടമാടിയിടിന ചിത്രമതായൊരു സാരഥിയോടും വിത്രാരീശനെ മുമ്പാക്കിയിടിന മാതംഗീ ജയ ഭഗവതി ജയ ജയ. ധാത്രിയിലൻപൊടു നടമാടിയിടിന ചിത്രമതായൊരു സാരഥിയോടും വിത്രാരീശനെ മുമ്പാക്കിയിടിന മാതംഗീ ജയ ഭഗവതി ജയ ജയ. നിടിലെ വിലസിന തിലകം കൊണ്ടും തടമുല മധ്യേ മാലകൾ കൊണ്ടും കടിതട വിലസിന പീതാംബരവും മാതംഗീ ജയ ഭഗവതി ജയ ജയ. നിടിലെ വിലസിന തിലകം കൊണ്ടും തടമുല മധ്യേ മാലകൾ കൊണ്ടും കടിതട വിലസിന പീതാംബരവും മാതംഗീ ജയ ഭഗവതി ജയ ജയ. സാരമതായൊരു സപ്തസ്വരമിതു നേരെ ചൊല്ലി സ്തുതി ചെയ്വോർക്കുക
നേരെ പാർത്തു പ്രസാദിച്ചിടുക മാതങ്കി ജയ ഭഗവതി ജയ ജയ. സരമതായൊരു സപ്തസ്വരമിതു നേരെ ചൊല്ലി സ്തുതി ചെയ്വോർക്കിഹ. നേരെ പാർത്തു പ്രസാദിച്ചരുളുക മാതങ്കി ജയ ഭഗവതി ജയ ജയ. സൈറാം, ഇന്ന് നമുക്കൊരു നല്ല കഥ പറയാം. അതായത് ലോകം ഒരു കണ്ണാടിയാണ്. ദ വേൾഡ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് യുവർ സെൽഫ്. അതാണ് സത്യസായി ബാബ പറയണത്. ദ വേൾഡ് ഈസ് എ റിഫ്ലക്ഷൻ, റീസൗണ്ട് ആൻഡ് റിയാക്ഷൻ ടു വാട്ട് യു ആർ. ഇവിടെ ഒരു കണ്ണാടി, ലോകം ഒരു കണ്ണാടി എന്നുള്ള ഒരു കഥയാണ് നാം പറയാൻ പോകുന്നത്. ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ ദുര്യോധനനും എല്ലാവരും തോന്നുന്നില്ലായിരിക്കുമ്പോൾ എല്ലാവരും തമ്മിൽ, അവരൊക്കെ കസിൻസാണ്, അപ്പോൾ എല്ലാവരും തമ്മിൽ നല്ല കൂട്ടൊക്കെ ഉണ്ട്. അപ്പം ഭഗവാന്റെ അടുത്ത് വരും, സംസാരിക്കും, പിന്നെ ഉപദേശങ്ങൾ ചോദിക്കും, കളിവാക്കുകൾ പറയും, ഒക്കെ ദുര്യോധനാദികൾ ചെയ്തിരുന്നു. പിന്നെ യുദ്ധം തുടങ്ങാറായി വളരെ വളരെ സംഭവങ്ങൾ നടന്ന് അവരുടെ അനീതിയും അക്രമവും അധർമ്മവുമൊക്കെ വളരെയധികം പ്രത്യക്ഷമായി തുടങ്ങിയപ്പോഴാണ് ഭഗവാൻ പിന്നെ യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ തുടങ്ങാനായിട്ട് പാണ്ഡവന്മാരെ പ്രേരിപ്പിക്കുന്നതും അവർ രണ്ടുപേരും മഹാകുരുക്ഷേത്ര യുദ്ധം നടന്നത് അങ്ങനെയാണ്. അപ്പം അതിന് മുമ്പിൽ ഒരുപാട് സംഭവങ്ങളിൽ ഭഗവാന്റെ ഉപദേശം തേടി അർജുനനും ധൃതരാഷ്ട്രരും ധർമ്മപുത്രരും ദുര്യോധനും ഒക്കെ വരാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ഭഗവാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദുര്യോധനൻ വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, എവിടെ നോക്കിയാലും ഒരു നല്ല ഒന്നും എനിക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ ഹസ്തിനപുരത്തിന് ഒന്നും നന്മയുള്ളതൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതെന്താണ്? ഇത്രയധികം അധർമ്മവും എന്തൊക്കെയോ അനീതികളും ഒക്കെയാണ് ഇവിടെ നടമാടുന്നത്. അതിനെന്താണ് കാരണം ഭഗവാനെയും ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ദുര്യോധനൊരു കാര്യം ചെയ്യൂ, ഹസ്തിനപുരിയിൽ ആകപ്പാടെ ഒന്ന് നോക്കിയിട്ട് ഒരു നല്ല മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരും, നമുക്ക് അങ്ങേരോട് ചോദിക്കാം എന്താണ് കാരണം. ദുര്യോധനൻ പോയി ഒരുപാട് സ്ഥലത്തൊക്കെ നടന്നു, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു നഗരത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയി അന്വേഷിച്ച് തളർന്ന അവശനായി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭഗവാനെ, ഒരു നല്ല മനുഷ്യൻ കാണണമല്ലോ. ഈ ഹസ്തിനപുരിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരാളെ പോലും നല്ലവനായിട്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ അവിടെ വന്നു, ധർമ്മപുത്രൻ അവിടെ വന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നമുക്കെന്നാൽ ഈ ദുഷ്ടനെ ഒന്ന് പറഞ്ഞയച്ചു നോക്കാം, ജയിക്കുമോ നോക്കാം, ഒരാളെ കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറ്റുമോ എന്ന് പറയാം. അപ്പോൾ യുധിഷ്ഠിരനോട് പറഞ്ഞു, ഹസ്തിനപുരി മുഴുവനൊന്ന് നടക്കുക, എല്ലായിടത്തും പോയി ഒന്ന് അന്വേഷിച്ചിട്ട് ഒരു മോശപ്പെട്ട ആളെ ഒന്ന് കൊണ്ടുവരൂ, നമുക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, അതുകൊണ്ട് ഒരു മോശപ്പെട്ട ആളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ പോയി. പിറ്റേ ദിവസം രാവിലെ പോയി. ദുര്യോധനും ഭഗവാനും അവിടെ കാത്തിരുന്നു. അവിടെ എല്ലാം അന്വേഷിച്ച് എല്ലാം കഴിഞ്ഞ് തളർന്നവശനായി തിരിച്ചു വന്നിട്ട്, എൻ്റെ ഭഗവാനെ, ഞാൻ നോക്കിയിട്ട് ഏറ്റവും മോശമായുള്ളൂ. നമ്മുടെ ഈ നഗരത്തിൽ ഒരാൾ പോലും മോശമായിട്ടില്ല. നീ അഥവാ മോശം എന്ന് പറയണമെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ആരെയും കാണാൻ പറ്റിയില്ല മോശമായിട്ട്, ഒരാൾ പോലും ഇല്ല. എത്ര നല്ല ആൾക്കാരാണ് നമ്മുടെ പൗരജനം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ദുര്യോധനോട് ഭഗവാൻ പറഞ്ഞു, ഇപ്പം മനസ്സിലായോ, കണ്ടോ എന്താണ് അതിന് കാരണം? കാരണം എന്താണെന്ന് വെച്ചാൽ ദുര്യോധനൻ സ്വന്തം പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിലുള്ള അധർമ്മവും അനീതിയും അക്രമവും ഇത് തന്നെയാണ് മറ്റുള്ളവരിൽ കാണുന്നത്. അതുകൊണ്ട് അവരുടെ പ്രതികരണവും അങ്ങനെ തന്നെയായിരിക്കും. നമ്മെ തന്നെയാണ് നമ്മൾ മറ്റൊരാളിൽ കാണുന്നത്. മറ്റൊരാൾ നമ്മുടെ കണ്ണാടിയായിട്ടാണ് മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ എന്താണോ അതാണ്. അപ്പോൾ ദുര്യോധനന് അതാണ് പറ്റിയത്. ദുര്യോധനൻ സ്വന്തം ഇമേജ്, സ്വന്തം പ്രതിബിംബം തന്നെയാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ടാണ് ഒരാളെ പോലും നല്ലവനായിട്ട് കാണാൻ സാധിക്കാതിരുന്നത്. യുധിഷ്ഠിരൻ്റെ കാര്യമെടുത്താലോ, യുധിഷ്ഠിരൻ നന്മയുടെ മൂർത്തിയാണ്, ധർമ്മമൂർത്തിയാണ്. യുധിഷ്ഠിരൻ അങ്ങനെ പോയി നിൽക്കുമ്പം ആരിലും ഒരു അധർമ്മമോ അനീതിയോ ഒരു അസഹിഷ്ണുതയോ ഒന്നും കാണാനായിട്ട് യുധിഷ്ഠിരന് സാധിക്കുന്നില്ല. കാരണം യുധിഷ്ഠിരനെ തന്നെയാണ് മറ്റുള്ളവർ പ്രതിബിംബമായിട്ട് തിരിച്ചു നൽകുന്നത്. അതുകൊണ്ട് യുധിഷ്ഠിരന് അത്
സാധിച്ചില്ലേ? ഇപ്പം മനസ്സിലായോ? അതായത് ഓരോ വ്യക്തിയും അവനവൻ നന്നായാൽ മാത്രമേ ലോകം നന്നാക്കാൻ പറ്റൂ. ലോകം നന്നാക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഓരോ വ്യക്തിയും ഞാൻ നന്നാകണം എന്ന് വിചാരിച്ച് നന്നാവുകയാണെങ്കിൽ മാത്രം കാലക്രമേണ ഒരു പ്രയാസമില്ലാതെ ലോകം നന്നാവും. 10 പേരുണ്ട്, 10 പേരും വിചാരിക്കണം ഞാൻ നന്നാവണം എന്ന് വിചാരിച്ചാൽ 10 പേരിരിക്കുന്ന സ്ഥലം നന്നായി തന്നെയല്ലേ ഇരിക്കുള്ളൂ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇതാണ് ലോകം ഒരു കണ്ണാടിയാണ്. നമ്മൾ മുമ്പിൽ ചെന്ന് നിന്ന് എന്താണോ കണ്ണാടിയിൽ നോക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ പ്രതിബിംബമായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തിയൊക്കെ നമുക്കൊക്കെ ഒരുപാട് പാളിച്ചകൾ പറ്റുന്നവരാണ്. എനിക്കൊരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ മാറി മാറി കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ പ്രായത്തിലും. അപ്പം നമ്മൾ അതിനു വേണ്ടി മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം എടുത്തുകൊണ്ടേ ഇരിക്കണം. അതാണ് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് നൽകുന്ന സന്ദേശം. ലോകം ഒരു കണ്ണാടിയാണ്. സായിരാം. താങ്ക് യു സോ മച്ച്.